അങ്ങനെ ഇതാ സാധനം റെഡിയായി. ഇനി ഇതേ അളവിൽ ചായപ്പൊടിയാണ് കേട്ടോ. അയ്യോ എന്തൊരു മഴയാ! ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ഒന്നും അല്ല കേട്ടോ. ഈ ഒരു സാധനമാണ് കേട്ടോ പ്രധാനമായിട്ട് വേണ്ടത്. ഹായ്, ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ അല്ല കേട്ടോ. നമുക്കിന്നൊരു ഹെന്നക്കൂട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. അതായത് എൻ്റെ തലയിൽ ഞാൻ എങ്ങനെയാണ് ഹെന്ന ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ നല്ല മഴയാണ്, വോയിസ് കൊടുക്കുമ്പോൾ മഴേൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഹെന്ന ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, എല്ലാവരും ഇപ്പോൾ ഹെന്ന ചെയ്യാറുണ്ടല്ലോ. മാസത്തിൽ 2 പ്രാവശ്യം തലയ്ക്ക് ഹെന്ന ചെയ്താൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഹെന്നക്കൂട്ട് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് തേക്കുന്നതൊക്കെ, അതാണ് കേട്ടോ ഇന്നത്തെ വിശേഷം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഹെന്നക്കൂട്ട് ഉണ്ടാക്കാൻ പ്രധാനമായിട്ട് വേണ്ട ആദ്യത്തെ സാധനം ഇതാ നെല്ലിക്കയാണ് കേട്ടോ. അതായത് ഉണങ്ങിയ നെല്ലിക്കയാണ്. ഉണങ്ങിയ നെല്ലിക്ക ഒരു പിടി എടുത്തിട്ട് ഞാനിതാ വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. തലേ ദിവസമാണ് വെള്ളത്തിലിട്ട് വെച്ചത്. രാവിലെ ആയപ്പോഴേക്കും ഇതാ വെള്ളത്തിൻ്റെ കളർ കണ്ടോ, ഇതിൽ തന്നെ ഒരു കറുപ്പ് കളറുണ്ട് അല്ലേ. അപ്പോൾ ഇതാ നെല്ലിക്കയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ ഞാൻ ചെയ്യാറ്. ചിലർ പച്ച നെല്ലിക്ക അരച്ചിട്ടും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ അധികം ഉണക്ക നെല്ലിക്കയാണ് കേട്ടോ ഹെന്നക്കൂട്ടിൽ ചേർക്കാറ്. അപ്പോൾ ഇതാ ഇതൊന്ന് ഞാൻ മിക്സിയിൽ അടിച്ചെടുത്ത് വരട്ടെ. ഇങ്ങനെ അരച്ചെടുക്കുന്നതിന് പകരം നെല്ലിക്കയുടെ പൊടി ഉപയോഗിച്ചാലും മതി കേട്ടോ. ഉണക്ക നെല്ലിക്ക നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് അത് തരി കളഞ്ഞിട്ട് അതിൻ്റെ പൊടി എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നെല്ലിക്ക നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് പ്രധാനപ്പെട്ട ഒരു ചേരുവ എന്ന് പറഞ്ഞാൽ മൈലാഞ്ചിയാണ് കേട്ടോ. ഹെന്ന എന്ന് പറഞ്ഞാൽ തന്നെ മൈലാഞ്ചി. മൈലാഞ്ചി ഇല ഇതാ ഒരു കൈപ്പിടിയോളം അളവിൽ ഞാനെടുത്ത് നന്നായി അരച്ചെടുത്ത് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു പിടി കറിവേപ്പില അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്രധാനപ്പെട്ട 2 ചേരുവകൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഹെന്നക്കൂട്ട് റെഡിയാക്കാം കേട്ടോ. അതിന് വേണ്ടി ഇതാ അടുപ്പത്ത് ഞാൻ നല്ലൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഹെന്നക്കൂട്ട് തയ്യാറാക്കാൻ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ ഇതാ വലിയൊരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ വെള്ളം ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. പിന്നെ ഞാൻ നെല്ലിക്ക അരച്ച് വെച്ചത് ഒരു കുപ്പിയിലാണ് കേട്ടോ അരച്ച് വെച്ചിരിക്കുന്നത്. അത് ആവശ്യത്തിന് ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങനെ എടുക്കാറാണ് കേട്ടോ ചെയ്യുക. അപ്പം ഇനി ഇതാ ഹെന്നക്കൂട്ട് റെഡിയാക്കാണ് കേട്ടോ. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് വലിയൊരു സ്പൂൺ കാപ്പിപ്പൊടി, അതേ സ്പൂൺ അളവിൽ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ തേയിലപ്പൊടി, നമ്മൾ ചായ ഉണ്ടാക്കുന്ന ചായപ്പൊടി. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മൈലാഞ്ചി ഇല്ലേ അതിട്ട് കൊടുക്കാം. അതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്കയില്ലേ അത് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് മാത്രം, അതായത് ഞാൻ ഈ സ്പൂണിന് 2 സ്പൂൺ നെല്ലിക്ക അരച്ചത് കൂടെ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ഇതാ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക കേട്ടോ. അതായത് ചായപ്പൊടിയും കാപ്പിപ്പൊടിയും മൈലാഞ്ചിയും നെല്ലിക്കയും കറിവേപ്പിലയും എല്ലാം കൂടെ നന്നായിട്ട് വെട്ടി തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ ഹെന്നക്കൂട്ട് നന്നായിട്ട് വെട്ടിത്തിളച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെന്നക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സാധനങ്ങളാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇത് ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം വെക്കണം കേട്ടോ. തലേ ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേന്നാണ് നമ്മളിതെടുത്ത് ഉപയോഗിക്കേണ്ടത്. ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെക്കണം എന്ന് പറയാൻ കാരണം എന്താണെന്ന് അറിയാമോ? ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെച്ചാൽ ഇരുമ്പിൻ്റെ അംശം കൂടെ ഇതിലേക്ക് ആഗിരണം ചെയ്യപ്പെടും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്, അതിന് വേണ്ടിയിട്ടാണ് ഒരു ദിവസം വെക്കണം എന്ന് പറയുന്നത്. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ മാത്രമേ ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മറ്റു ചട്ടിയിലൊന്നും ഉണ്ടാക്കിയാൽ അത് ശരിയാവില്ല കേട്ടോ. അങ്ങനെ ഹെന്നക്കൂട്ട് ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു ദിവസം അടച്ച് വെക്കുകയാണ് കേട്ടോ. അതായത് ഇപ്പോൾ ഞാനിത് ഉണ്ടാക്കിയത് തലേ ദിവസമാണ് ഇത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇനി ഇത് ഓവർനൈറ്റ് വെക്കുകയാണ്. അപ്പോൾ പിറ്റേന്ന് രാവിലെ എടുത്തിട്ട് ഇതിലേക്ക് 2 സാധനങ്ങളാണ് കേട്ടോ ഇനി നമുക്ക് വേണ്ടത്. മഴ നിന്നിട്ടില്ല, മഴ നല്ല മഴയാണ്. അങ്ങനെ ഇതാ പിറ്റേ ദിവസം ഞാൻ ഇതാ ഇരുമ്പ് ചീനച്ചട്ടി തുറന്ന് നോക്കിയപ്പോൾ കണ്ടോ, ഇരുമ്പെല്ലാം ഇതിലേക്ക് ആഗിരണം ചെയ്തിട്ട് ഇതാ കറുത്ത കളറായിട്ട് നിൽക്കുന്നുണ്ടോ എല്ലാം കൂടെ. അതായത് നെല്ലിക്കയും മൈലാഞ്ചിയും ചായപ്പൊടിയും കാപ്പിപ്പൊടിയും ഇരുമ്പും കൂടെ എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു പച്ച കലർന്ന കറുപ്പ്, അല്ലെങ്കിൽ കറുപ്പ് കലർന്ന പച്ച, അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ. ഇരുമ്പ് ചീനച്ചട്ടീൻ്റെ സൈഡിലൊക്കെ നല്ല കറുത്ത കളറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് എല്ലാം കൂടെ തേക്കാനല്ല, നമ്മുടെ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് തേക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ 2 സ്പൂണല്ല 2-3 സ്പൂൺ കോഴി ഞാൻ അതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സ്പൂൺ അളവിൽ തന്നെ ഇതിലേക്ക് ഈ തൈരാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്.
പിന്നെ ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുന്നവരുണ്ട്. പക്ഷേ ചെറുനാരങ്ങ നീര് ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ. തൈരാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കാറ്. അപ്പോൾ ഇതാ ആ സ്പൂൺ അളവിൽ തന്നെ ഞാൻ തൈര് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു മുട്ടേൻ്റെ വെള്ള ഇതിലേക്ക് പൊട്ടിച്ച് കൊടുക്കണം കേട്ടോ. വെള്ളക്കരുവാണ് കേട്ടോ അധികം ഉപയോഗിക്കാറ്. മഞ്ഞക്കരു ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഒരു മുട്ട മൊത്തത്തിൽ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ വെള്ളക്കരുവാണ് അധികം ഉപയോഗിക്കാറ് കേട്ടോ. അപ്പോൾ അങ്ങനെ തൈരും മുട്ടേൻ്റെ വെള്ളയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ മുട്ടേൻ്റെ വെള്ള പൊട്ടിച്ചൊഴിക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് സ്കിപ്പായി പോയി കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഇതിൽ കാണാൻ കഴിയാത്തത്. അങ്ങനെ എൻ്റെ ഹെന്നക്കൂട്ടുകാർ റെഡിയായിട്ടുണ്ട്. ഇതാണ് തേച്ചിട്ട് അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കൊടുക്കുക. ഞാനത് തേച്ചിട്ട് പിന്നെ എൻ്റെ അനക്കലും വീഴ്ചതലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഇത് 1 മണിക്കൂറാണ്. അപ്പോൾ ഇനി നമുക്ക് ഹെന്ന തലയിൽ തേക്കാം കേട്ടോ. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതാ, ഒരു കണ്ണാടിയുണ്ട്, ഒരു ചീർപ്പുണ്ട്, പിന്നെ ഹെന്നക്കൂട്ടുണ്ട്. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ മുടി നന്നായിട്ട് ചീകി കെട്ടെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ചീകി എടുക്കുകയാണ് കേട്ടോ. പിന്നെ കണ്ണാടി എന്തിനാന്ന് വെച്ചാൽ കണ്ണാടിനെ നോക്കിയിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത്. കാരണം ഞാൻ ഒറ്റയ്ക്കല്ലേ ഇത് ചെയ്യുന്നത്. നമുക്ക് വേറെ ആരെങ്കിലും സഹായിക്കാനുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ പിന്നെ കണ്ണാടീൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മുടിയെല്ലാം നന്നായി ചീകി കെട്ടെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ തലമുടിയിൽ ഹെന്ന ചെയ്യുമ്പോൾ മുടിയിൽ ഇത്തിരി വെളിച്ചെണ്ണ നമ്മൾ തേച്ച് കൊടുക്കണം കേട്ടോ. അത് ഇത്തിരി വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല, ഒലിവ് ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന്, ഒരുപാട് എണ്ണ തേക്കേണ്ട, ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. അതിന് ശേഷം ആണ് ഈ ഹെന്ന നമ്മൾ തലയിൽ ഇടേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇത്തിരി എടുത്ത് ഇങ്ങനെ തലയിൽ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക്കാണ്. കണ്ണാടിയിൽ നോക്കി ചെയ്താലും റിസ്ക് തന്നെയാണ് കേട്ടോ. ആരെങ്കിലും നമ്മളെ സഹായിക്കാനുണ്ടെങ്കിൽ തല മൊത്തം നന്നായിട്ടിത് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ ആരുമില്ലാതെ സഹായിക്കാൻ ആരുമില്ലാന്ന് വെച്ചിട്ട് നമ്മളത് ചെയ്യാതിരിക്കണ്ടല്ലോ, നമ്മൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് ചെയ്യാൻ. അങ്ങനെ ഇതാ എൻ്റെ ഹെന്നക്കൂട്ടൊക്കെ ഞാൻ തലയിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് സെറ്റാക്കി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കേട്ടോ ഞാൻ കുളിക്കുകയുള്ളൂ. ഇനി ഹെന്ന ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മുടി നന്നായിട്ട് തിക്കായിട്ട് വളരാനും നല്ല മുടിക്ക് നല്ല കരുത്തും ഉണ്ടാവും കേട്ടോ. ഇനി ഹെന്ന ചെയ്ത് കഴിഞ്ഞാലോ മുടി നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ തലയിലൊക്കെ നല്ല തേച്ച് പിടിപ്പിച്ച് ഇതാ കെട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി എനിക്ക് ഒരുപാട് അലക്കാനുണ്ട് കേട്ടോ. അതൊക്കെ അലക്കട്ടെ, എന്നിട്ടേ ഞാൻ കുളിക്കുകയുള്ളൂ കേട്ടോ. നല്ല മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഹെന്നയൊക്കെ തേച്ചു കുളി കഴിഞ്ഞു. മുടി കണ്ടോ നല്ല സോഫ്റ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല സ്മൂത്തായിട്ട് ഞാൻ നിൽക്കുന്നുണ്ട്. നല്ല മിനുസുണ്ട് ഇപ്പോൾ. അപ്പോൾ ഹെന്ന ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തോളൂ കേട്ടോ. നല്ല മഴ കേട്ടോ ഇപ്പോഴും. എന്തൊരു മഴ അറിയാം. അതായത് ഇന്നലെ രാത്രി തുടങ്ങിയ മഴ കേട്ടോ, ഇതുവരെ തോർന്നിട്ടില്ല. എന്തൊരു മഴ അറിയാം. എല്ലാവരും സേഫാണല്ലോ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ വരാം കേട്ടോ. താങ്ക് യു.